പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇന്ത്യൻ ആർമിയിലേക്ക് അവസരം കാത്തു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നല്ലൊരു അവസരമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ടെറിട്ടോറിയൽ ആർമി TA ബറ്റാലിയനിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഓപ്പൺ റാലി ആയിരിക്കും. അപ്ലിക്കേഷൻ പ്രൊസീജിയർ, അതായത് ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യകത ഇല്ല. ഇതിൻ്റെ വയസ്സ് എന്നുള്ളത്, അതായത് ഏജ് ലിമിറ്റാണ് എത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. കാരണം 18-നും 42-നും ഇടയിൽ പ്രായപരിധിയാണ് ഈ ടെറിട്ടോറിയൽ ആർമിയിലേക്ക് ഓപ്പൺ റാലിക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത്. ഇതിൽ പെൺകുട്ടികൾക്ക് പോകാൻ സാധിക്കുന്നതല്ല, ആൺകുട്ടികൾക്ക് മാത്രമായിരിക്കും. ഇതിൽ മാരീഡ് അൺമാരീഡ് എന്ന സിസ്റ്റം ഇല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്നുള്ളത് 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് മാത്രം മതി ഈ റാലിയിൽ പങ്കെടുക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട ഹൈറ്റ്. കാരണം ഹൈറ്റിൻ്റെ ഇഷ്യൂവിലാണ് പല ഉദ്യോഗാർത്ഥികളും ആർമിയിലേക്ക്, ഇന്ത്യൻ ആർമിയിൽ, കാരണം അവിടെ 166 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് വേണ്ടത്. അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സിലേക്കാണെങ്കിൽ 170 സെൻറ്റിമീറ്റർ ഹൈറ്റും ആവശ്യം ഉണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യൻ ആർമി എന്നുള്ള സ്വപ്നം കണ്ടുറങ്ങുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ലഭിക്കാൻ പോകുന്ന ഒരു ബോണസ് പോയിന്റ് എന്നുള്ള രൂപത്തിലാണ് ടെറിട്ടോറിയൽ ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വരാൻ പോകുന്നത്. ഇതിൻ്റെ അൺഒഫീഷ്യൽ, അതായത് എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പ്രകാരം നവംബർ 10 മുതൽ ഡിസംബർ 9 വരെയാണ് ഇന്ത്യൻ ആർമി ഇതിൻ്റെ ടെറിട്ടോറിയൽ ആർമിയിലേക്കുള്ള ഓൾ ഇന്ത്യ ബേസിൽ ഓപ്പൺ റാലി വരാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിൻ്റെത് 24-25 നവംബർ മാസം നടക്കാൻ പോകും എന്നുള്ളതാണ് അൺഒഫീഷ്യലി ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ന്യൂസ് മുഖേന വിവരം ലഭിച്ചിട്ടുള്ളത്. ഈ ഏജ് ലിമിറ്റ് കാരണം 42 വയസ്സ്, അത് 2 ഘട്ടമായിട്ടാണ് അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുക. ആദ്യം തന്നെ 18 മുതൽ 31 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഒരു ബാച്ചായിട്ട് ഓടിപ്പിക്കുന്നത്. അവർക്ക് വേണ്ടത് 5 മിനിറ്റ് 40 സെക്കൻഡാണ് 1600 മീറ്റർ റണ്ണിങ്, അതായത് 1.6 കിലോമീറ്റർ റണ്ണിങ് ഓടി എത്താനുള്ള സമയം. എന്നിരുന്നാലും കഴിഞ്ഞ തവണ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റിന് ഉള്ളിൽ, അതായത് 5 മിനിറ്റിന് മുന്നേ ഓടി എത്തിയ ഉദ്യോഗാർത്ഥികളെ മാത്രമായിരുന്നു അവർ സെലക്ഷൻ ചെയ്തിട്ടുള്ളത്. അതിന് നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു 18-നും 30-നും ഇടയിൽ പ്രായപരിധിയുള്ള ഉദ്യോഗാർത്ഥികളുടെ ടൈമാണ് പറഞ്ഞത്. അപ്പോൾ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ടൈം ക്രാക്ക് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. 30 വയസ്സുള്ള ഉദ്യോഗാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, 18 വയസ്സുള്ള ഉദ്യോഗാർത്ഥികളുടെ കൂടെയാണ് നിങ്ങൾ റൺ ചെയ്യേണ്ടത്, അവരുമായിട്ടാണ് കോമ്പറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഇന്ന് തന്നെ പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ടൈമിനകത്ത് ഓടിയെത്താൻ സാധിക്കുകയുള്ളൂ. അതും 100-150 ഉദ്യോഗാർത്ഥികൾ ഒരുമിച്ചായിരിക്കും ഓടിക്കുന്നത്. അതിൽ നിന്നായിരിക്കും 10-15 മുന്നിലെത്തുന്നത്, അതായത് ആരാണോ സ്റ്റാർട്ടിങ്ങിൽ എത്തുന്നത് അവരെ എടുക്കത്തുള്ളൂ. അതുപോലെയാണ് 31 മുതൽ 42 വരെയുള്ള സെക്കൻഡ് ബാച്ച്. ഇതിൽ പലർക്കും ഇൻട്രസ്റ്റ് ആണ് ഇന്ത്യൻ ഡിഫൻസിലേക്ക് പോകുക എന്നുള്ളത്, 40 വയസ്സുള്ള ആൾക്കാർക്ക് പോലും. കാരണം പലരും ഇപ്പോൾ 42 വയസ്സുള്ള ആൾക്കാർ വരെ ഇപ്പോൾ ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ കോൾ ചെയ്യുന്നത്, എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു കാര്യം തന്നെയാണ്, നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, കാരണം ഇവരും ഈ 31 വയസ്സുള്ള ആ ഉദ്യോഗാർത്ഥികളുടെ കൂടിയാണ് ഓടേണ്ടത്. ഇവർക്ക് ലഭിക്കാൻ പോകുന്ന സമയം എന്നുള്ളതും 6 മിനിറ്റും 15 സെക്കൻഡാണ്. എന്നിരുന്നാലും 6 മിനിറ്റിനുള്ളിൽ എത്തുന്ന ഉദ്യോഗാർത്ഥികളെ മാത്രമേ അവരെ സെലക്ഷൻ ചെയ്യുകയുള്ളൂ. അതിനുശേഷമാണ് വരുന്നത് പുള്ളപ്പ്. പുള്ളപ്പിനകത്ത് 10 പുള്ളപ്പാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. 10 പുള്ളപ്പ് എടുക്കുകയാണെങ്കിൽ 40 മാർക്ക്. ഫിസിക്കലിനകത്ത് ആദ്യം വരുന്ന ഈ 1600 മീറ്റർ റണ്ണിങ്ങിൽ 60 മാർക്ക്. അങ്ങനെ 100 മാർക്കിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഇതിൽ നടക്കാൻ പോകുന്നത്. ഈ ഒരു 42 വയസ്സ് വരെയുള്ള, കാരണം നേരത്തെ പറഞ്ഞു, ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും യൂണിഫോം സേനയിലേക്ക് പോകാൻ. അല്ലാതെ ആഗ്രഹം മാത്രം വെച്ചുകൊണ്ട് പ്രിപ്പറേഷൻ, അതായത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് 35 വയസ്സിന് മേലെയാണ്, ഇതുവരെ നിങ്ങളൊരു ഫിസിക്കൽ ഫിറ്റ്നസ് പരമായിട്ടുള്ള എക്സസൈസോ കാര്യങ്ങളോ അല്ലെ റണ്ണിങ്ങോ ചെയ്യാത്ത ഒരാളാണെങ്കിൽ, ഈ ഒരു വരുന്ന 2 മാസം എന്നുള്ളത് പോലും നിങ്ങൾക്ക് വലിയൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു 1600 മീറ്റർ റണ്ണിങ് ഓടിയെത്താൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ ഇന്ത്യൻ യൂണിഫോം ആഗ്രഹിക്കുന്ന 18-നും 42-നും ഇടയിൽ പ്രായപരിധിയിലുള്ള ഓരോ ഉദ്യോഗാർത്ഥിയും ഇന്ന് തന്നെ എന്നുള്ള രൂപത്തിൽ രാവിലെയും വൈകുന്നേരവും അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എഫേർട്ട് എടുക്കാൻ റെഡിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ 18-നും 42-നും ഇടയിൽ പ്രായം എന്നുള്ളതല്ല, കാരണം 100-150 പേരെ ഓടിച്ചിട്ട് അതിൽ നിന്നും 5-10 ഉദ്യോഗാർത്ഥികളെ മാത്രം എടുക്കുന്നതിൽ, അതിനെ ഉദ്ദേശിച്ചാണ് ഈ ഒരു കാര്യം പറയുന്നത്. അതുപോലെ തന്നെയാണ് സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന പുള്ളപ്പ് എന്നുള്ളത്. പുള്ളപ്പിനും ഇതിൻ്റെ കൂടെ തന്നെ മാക്സിമം, അതായത് കൈയുടെ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു 10 എണ്ണം എന്നുള്ളതിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ.
അല്ല നിങ്ങൾക്ക് 8, 6 എന്നുള്ള രൂപത്തിലാണെങ്കിൽ അതിന് മാർക്ക് നഷ്ടപ്പെടുന്നതാണ് അതിൻ്റെ ടോട്ടൽ. കാരണം വേക്കൻസിയും എത്രയാണ് എന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും കഴിഞ്ഞത്തെ ഒരു റിസൾട്ട് നോക്കിയാണ് വളരെ കുറഞ്ഞ ഒരു വേക്കൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നും സെലക്ഷൻ ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അടുത്ത സ്റ്റേജ് ആയിരിക്കും ഇതിൻ്റെ മെഡിക്കൽ. അതായത് ആദ്യത്തെ ദിവസം ഫിസിക്കൽ ഉണ്ടാവും, അടുത്ത സ്റ്റേജാണ് മെഡിക്കൽ എന്നുള്ളത്. മെഡിക്കലും പ്രോപ്പറായിട്ട് വളരെ ഇന്ത്യൻ ആർമിയുടെ റൂൾസിനനുസരിച്ചിട്ടുള്ള മെഡിക്കൽ തന്നെയായിരിക്കും. ഇപ്പോൾ പലരും വിളിക്കുന്നുണ്ട് കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട്, 6/12 ഒക്കെയാണ്. അവരോട് ഞാൻ ഡയറക്റ്റ്ലി പറയുന്നതാണ്, പോയിട്ട് കാര്യം ഇല്ല എന്നുള്ളത് തന്നെ. കാരണം കണ്ണിൻ്റെ പ്രശ്നം എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാഹ്യമായിട്ടുള്ള എന്തേലും, അതായത് കൈവളവ്, കാലിൻ്റെ മുട്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു കാര്യങ്ങൾ, ഇത്തരം അതുപോലെ തന്നെ ഫ്ലാറ്റ് ഫുട്ട്, ഇയറിൻ്റെ പ്രശ്നങ്ങൾ, മൂക്ക് വളവ്, ഇത്തരം കാര്യങ്ങൾ എന്നുള്ളത് ഉള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിലും ചുമ്മാ ഒന്ന് പോയിട്ട് അതിൻ്റെ കാര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഈ മെഡിക്കലിനകത്തും പാസ്സാകുന്ന ഉദ്യോഗത്തിലാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് റിട്ടേൺ എക്സാമിനേഷന് വേണ്ടിയിട്ട്. അത് 1 മാസം അല്ലെങ്കിൽ 1.5 മാസത്തിൻ്റെ ഗ്യാപ്പാണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഹോപ്പ് ചെയ്യാൻ, അതായത് ആരാണോ ഈ ഒരു 5.5 മിനിറ്റിനകത്തും അതുപോലെ തന്നെ 31 to 42 ഇയറിനകത്ത് 6 മിനിറ്റിനകത്തൊക്കെ ഓടിയെത്തുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ മെഡിക്കലിൻ്റെ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതാണെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനുള്ള അത് ഡോക്ടറുടെ സജഷൻ വാങ്ങുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് റിട്ടേൺ എക്സാമിനേഷന് കൂടിയുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ ആരംഭിക്കുക എന്നുള്ളത്. കാരണം ഈ 1 മാസം അല്ലെങ്കിൽ ഈ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ 35 അല്ലെങ്കിൽ 40 വയസ്സുള്ള ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ അവർ ചിലപ്പോൾ എക്സാമിനേഷനായിട്ടുള്ള, അതായത് പഠിത്തവുമായിട്ടുള്ള ടച്ചപ്പ് വിട്ടൊരു ഉദ്യോഗാർത്ഥി ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു സമയം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, റിട്ടേൺ എക്സാമിനേഷനുള്ള പ്രിപ്പറേഷനും കൂടെ ആരംഭിക്കേണ്ടതാണ്. കാരണം 100 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും നടക്കുന്നത്. അതിൽ മാത്തമാറ്റിക്സ്, GK, GS, റീസണിങ്, ഇങ്ങനെ 4 സബ്ജക്റ്റ്. ഇതിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റ്, GD, ട്രേഡ്സ്മാനിന് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു 4 സബ്ജക്റ്റിലായിരിക്കും റിട്ടേൺ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ, അതായത് മാത്തമാറ്റിക്സിൻ്റെ ബേസ് ഇല്ലാത്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, ജനറൽ നോളജ്, GK അല്ലെങ്കിൽ റീസണിങ്ങുമായിട്ട് ടച്ചപ്പ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ 1 മാസം കൊണ്ട് റിട്ടേൺ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയായിരിക്കും. അത് വളരെ വിഷമം പിടിച്ചൊരു സംഭവം തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു 1 മന്തിനകത്ത് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. ആരാണോ ഈ ഒരു ടൈമിനകത്ത് നമ്മൾ ഇന്ന് ഒരു ഹോപ്പ് കൊടുക്കുന്നത്, അവർ മെഡിക്കൽ അതുപോലെ തന്നെ റിട്ടേൺ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ കൂടെ തന്നെ ആരംഭിക്കണം എന്നുള്ളതാണ് പ്രത്യേകം ഒരു കാര്യം എടുത്തു പറയാനുള്ളത്. ഇതിന് ശേഷമാണ് ഫൈനൽ ലിസ്റ്റ്, അതായത് റിട്ടേൺ എക്സാമിനേഷൻ, ഫിസിക്കൽ, ഈ രണ്ടിൻ്റെയും മാർക്ക് കൂട്ടിയിട്ടാണ് ഫൈനൽ ലിസ്റ്റ് വരുന്നത്. അത് ഓരോ കാറ്റഗറിയിലേക്കും നിങ്ങൾ ആപ്ലിക്കേഷൻ, നിങ്ങളവിടെ ഏതിനാണോ റിട്ടേൺ എക്സാമിനേഷൻ എഴുതുന്നത് അതിൻ്റെ ബേസിൽ, അതായത് ട്രേഡ്സ്മാൻ അല്ലെങ്കിൽ GD അല്ലെങ്കിൽ +2 ബേസ് ആണെങ്കിൽ ക്ലർക്ക് തസ്തികയിലേക്കും വേക്കൻസി ഉണ്ടാകുന്നതാണ്. പക്ഷേ ക്ലർക്ക് വേക്കൻസി എന്നുള്ളത് വളരെ ചെറിയൊരു വേക്കൻസി മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. മാക്സിമം നിങ്ങൾക്ക് +2 യോഗ്യത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ യോഗ്യത ആണെങ്കിൽ പോലും GD ലെവലിലേക്ക് എക്സാമിനേഷൻ എഴുതുന്നതായിരിക്കും വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യമാണ് ടെറിട്ടോറിയൽ ആർമിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയോട് എനിക്കിപ്പോൾ പറയാനുള്ളത്. കാരണം ഈ ഒരു 3 കാര്യങ്ങളും, ഫിസിക്കൽ, മെഡിക്കൽ, റിട്ടേൺ എക്സാമിനേഷൻ, ഈ ഒരു 3 കാര്യങ്ങളും നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ടപ്പ് എന്നുള്ള രൂപത്തിലേക്ക്, അതും നല്ല ഇപ്പോൾ 1600 മീറ്റർ റണ്ണിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ഒരു 3 കിലോമീറ്റർ വെച്ചിട്ടായിരിക്കണം നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ആരംഭിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അത് 1 മാസത്തിനുള്ളിൽ 5 മുതൽ 7 കിലോമീറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്താൽ മാത്രമാണ് നമുക്ക് സ്റ്റാമിന ബിൽട്ടപ്പ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ 1600 മീറ്റർ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഓടിയെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോ ഉദ്യോഗാർത്ഥിയും ടെറിട്ടോറിയൽ ആർമിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്, കാരണം പലർക്കും ഏജ് ക്രോസ് ആയതുകൊണ്ടും അതുപോലെ തന്നെ SSC GDയിൽ പരാജയപ്പെട്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഹൈറ്റിനകത്ത് വരാത്തത് കൊണ്ട്, കാരണം ആർമിയുടേതും SSC GDയിലും 170-166 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് വേണ്ടത്. ഈ ഒരു ഹൈറ്റിനകത്തും വരാത്ത ഉദ്യോഗാർത്ഥികൾ നല്ലൊരു അവസരം തന്നെയാണ് ഈ ഒരു ടെറിട്ടോറിയൽ ആർമി എന്നുള്ളതിലേക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ഇന്ന് തന്നെ നിങ്ങളുടെ ട്രെയിനിങ് ആരംഭിക്കുക, അതുപോലെ തന്നെ റിട്ടേൺ എക്സാമിനേഷനുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുക. കൂടാതെ ഡ്രോൺ അക്കാഡമിയിൽ ഓൾറെഡി ടെറിട്ടോറിയൽ ആർമിയിലേക്കുള്ള ഫിസിക്കൽ അതുപോലെ തന്നെ റിട്ടേൺ എക്സാമിനേഷൻ്റെ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുകയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഈ റാലിയിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.